Aryan, you are evicted. അനുമോള് സ്നേഹം അകത്ത് കുറവാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനുമോള് സ്നേഹിക്കുന്നു. അപ്പോ അവള് പിന്നെ ആ ജെൻഡർ കാർഡും ഇതും എന്നെ തൊട്ടു അവിടെ തൊട്ടു ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗെയിം ഷോയില് കുറച്ച് വെറൈറ്റി വേണം. സ്പോർട്സ് മാറി ഇപ്പൊ ഈ ടാസ്കും മയമോഹിനി ജയിക്കുന്ന ആൾക്കാർക്ക് പിന്നെ ജയിക്കാൻ പറ്റില്ല. ഇവന് ആർക്ക് ജയിക്കാൻ പറ്റും? ഇവിടെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കണോ, കുറച്ച് സദാചാരം കളിക്കണോ, അല്ലെങ്കിൽ എന്താ ചെയ്യണം? എനിക്ക് ഒരു ക്ലൂ ഉണ്ടായിട്ടില്ല. അത്ര എഫേർട്ട് ഞാൻ തന്നിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ ആര്യന്റെ എവിക്ഷൻ നടന്നിരിക്കുകയാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട് അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആണ്, ആര്യൻ അതിനകത്ത് നിൽക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് എന്ന്. എന്നാൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെയായിരുന്നു ആര്യനെ എങ്ങനെങ്കിലും ഒന്ന് പുറത്താക്കിയാൽ മതി, അവൻ എന്തുവാണ് അതിനകത്ത് കിടന്ന് കാണിക്കുന്നത്, ഈ ഒരു കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ആരെങ്കിലും എവിക്റ്റ് ആയി പോകുമ്പോഴത്തേക്ക് അയ്യോ എവിക്റ്റ് ആയി പോകണ്ടായിരുന്നു, ഭയങ്കര സങ്കടമായി പോയി എന്നൊക്കെയുള്ള രീതിയിൽ ഡയലോഗ് അടിക്കുന്നത്. എന്തായാലും ആര്യൻ എവിക്റ്റ് ആയ സമയത്ത് അനുമോളുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ടില്ലായിരുന്നു. ബാക്കി എല്ലാവരെയും ഹഗ് ചെയ്തിട്ട് പോട്ടെ ഞാൻ പോവുകയാണ്, നല്ല രീതിയിൽ ഗെയിം കളിക്കുക എന്നുള്ള രീതിയിൽ ആര്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അനുമോളോട് മാത്രം ആര്യൻ ഒന്നും പറഞ്ഞില്ല. അതേപോലെ തന്നെ എയർപോർട്ടിൽ വന്ന സമയത്തും അനുമോളെ കുത്തി ഒരുമാതിരി സംസാരിച്ചു. അതായത് സദാചാരം കളിക്കുന്ന ആൾക്കാരെയൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെയുള്ള രീതിയിൽ ആര്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്യൻ്റെ ചേട്ടനും കുറച്ച് കാര്യങ്ങൾ അനുമോളെ പറ്റിയും പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് 1 by 1 ആയിട്ട് കാണാം. ആദ്യം ഞാൻ നിങ്ങളെ ആര്യൻ എവിക്റ്റ് ആവുന്ന സമയത്ത് എല്ലാവരും കെട്ടിപ്പിടിച്ച് യാത്ര പറയുന്ന സീൻ ഞാൻ നിങ്ങളെ കാണിക്കാം. Aryan, you are evicted. You can come to me, okay? Yes, darling. See you guys. Congratulations. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ നല്ലൊരു ഗെയിമർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ടാസ്കും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്യും. ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഒക്കെ നമ്മൾ കണ്ടതാണ്, പുള്ളി സൂപ്പറായിട്ട് തന്നെ ചെയ്തു. പക്ഷേ ഈ ജനങ്ങളെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് അധിക കാലം ഒന്നും അതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. ജനങ്ങളുടെ വോട്ടാണ് ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ആര്യൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള പരിപാടികളായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അതായത് ഒരുപാട് ആൾക്കാർ നമ്മുടെയൊക്കെ വീഡിയോയുടെ താഴെ വന്ന് ഇഷ്ടംപോലെ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. അതായത് ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കിയാൽ മതി, ഇവനെ കാണുമ്പം തന്നെ വെറുപ്പ് തോന്നുന്നു, പല രീതിയിലുള്ള കാര്യങ്ങളാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ജനങ്ങൾക്ക് ഈ ആര്യനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇപ്പം നിലവിൽ പുറത്തായത്. അല്ലാതെ PR ആൾക്കാർ വോട്ട് മറിച്ചതിൻ്റെ പേരിലൊന്നുമല്ല. അവിടെ നമ്മൾ നിലനിൽക്കണമെങ്കിൽ ജനുവിനായിട്ട് ആൾക്കാർ വോട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ ആ ഒരു ഷോയിൽ നിലനിൽക്കാൻ പറ്റൂ. അല്ലാതെ എത്ര ടാസ്ക് ജയിച്ചെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ജനങ്ങളുടെ മനസ്സിൽ കയറി പറ്റുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എന്തായാലും ബാക്കിയോടെ കാണാം. പിന്നെ മറക്കോ മുത്തേ കേട്ടാ, ഞാൻ തിരിച്ചു വരാം 2 weeks. അപ്പോൾ ഇതായിരുന്നു സംഭവം. അനുമോളെ മാത്രം കെട്ടിപ്പിടിച്ചിട്ട് യാത്ര ചോദിച്ചില്ല, അല്ലാതെ ആര്യൻ ഇറങ്ങി പോകുമായിരുന്നു. ആര്യൻ്റെ മനസ്സിൽ മേ ബി ഈ അനുമോളുടെ PR കാരണമായിരിക്കും ഞാൻ എവിക്റ്റ് ആയത്, ആ ഒരു മൈൻഡിലാണ് പുള്ളി ഇപ്പോഴും നിൽക്കുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ജനങ്ങൾ ആര്യൻ ചെയ്തേക്കുന്ന പ്രവൃത്തി ഒരുപാട് വെറുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആര്യൻ അതിനകത്ത് കാട്ടിക്കൂട്ടിയ കുറച്ച് കാര്യം. ഈ ജിസൈലിൻ്റെ കേസൊക്കെ എടുത്തു കഴിഞ്ഞാലും ഒരുപാട് ആൾക്കാർ അതിനകത്തോട്ട് വിയോജിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കും പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അനുമോളുടെ ഭാഗത്ത് തന്നെയായിരുന്നു ഒരുപാട് ആൾക്കാർ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വീക്ക് എടുത്തു കഴിഞ്ഞാൽ ആര്യൻ ഈ പറയുന്ന അക്ബറിൻ്റെയും നെവിൻ്റെയും കൂടെ കൂടിയിട്ട് കാട്ടിക്കൂട്ടിയ കുറച്ച് പരിപാടികളുണ്ട്. അതും കൂടി കണ്ടപ്പോഴത്തേക്ക് ജനങ്ങൾക്ക് തൃപ്തിയായി. അതിൻ്റെ പേരിലാണ് നിലവിൽ ഇപ്പോൾ അളിയൻ പുറത്തായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തായാലും പുറത്തിറങ്ങിയിട്ടും ആര്യൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നമുക്ക് കാണാം. നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? അനുമോള് ആദിലിനെ കയറി ഉമ്മ വെച്ചിട്ടുണ്ട്. എവിടെ? ചീക്കില്. Adila is a lesbian. Noora is a lesbian. And if you're kissing a lesbian girl, it's provoking her maybe in any chance. അനുമോള് ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദിലെ ഉമ്മ വയ്ക്കുന്നുണ്ട്, നൂറെ ഉമ്മ വയ്ക്കുന്നുണ്ട്. ഇതിനൊന്നും ആർക്കും കുഴപ്പമില്ല. ഇതൊന്നും ഒരു സദാചാര കണ്ണിൽ കാണുന്നില്ല എന്നാണ് ആര്യൻ പറയണത്. ആര്യൻ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അനുമോള് മാത്രമല്ല ഇവിടെ ആര്യൻ്റെയും ജിസൈലിൻ്റെയും വിഷയങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. ആ ഹൗസിനുള്ളിൽ മിക്ക ആൾക്കാരും സംസാരിച്ചിട്ടുണ്ട്. ആ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ വ്യക്തി തന്നെ, ഒരു പ്രവീൺ എന്നങ്ങാണ്ട് പറയുന്നൊരു കണ്ടസ്റ്റൻറ്റ്, ഈ ആര്യനെയും ജിസൈലിനെയും പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കാര്യം ആ വീട്ടിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാത്ത ആൾക്കാർ ചുരുക്കമാണ്. പ്രത്യേകിച്ച് ബിന്നിയും രണ ഫാത്തിമയും കൂടി ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ചോറ് വാരി കൊടുക്കുന്ന ഒരു വിഷയത്തിൽ, അതായത് ഓണ പരിപാടിയുടെ എങ്ങാണ്ടന്ന് ഓണസദ്യ ജിസൈലിന് ആര്യൻ വാരി കൊടുക്കുമായിരുന്നു. ആ ഒരു വിഷയം വരെ ആ ഹൗസിനുള്ളിൽ ചർച്ചയായിട്ടുണ്ട്. അപ്പം നിങ്ങൾ രണ്ടുപേരും കാട്ടിക്കൂട്ടുന്ന പരിപാടിയാണ് അതിനകത്തുള്ള ഓരോ കണ്ടസ്റ്റൻസും സംസാരിച്ചത്. അതിനകത്ത് ഇപ്പം അനുമോളെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്യണമെന്നില്ല. അനുമോള് കണ്ട കാര്യം വിളിച്ചു പറഞ്ഞു. അതിന് ഇനിയിപ്പം ഇങ്ങനെ ഒന്നും സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. So if you're kissing someone who's a lesbian and not feeling bad about it in her mindset and telling me sleeping next to a girl and not doing anything is a problem, then what is she doing? അനുമോളും ആദിലയ്ക്കും നൂറയ്ക്കും ഒരു ബെഡിൽ കിടക്കാം, ആരും ഒന്നും ജഡ്ജ് ചെയ്യാത്ത.
അവിടെ സദാചാരമില്ല, സദാചാരമില്ല. പക്ഷെ അവൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ഈ പറഞ്ഞ അനുമോളിനാണ് ലാറ്റർ വാക്ക് കൊടുത്തിരിക്കുന്നത്, ഹ്യൂമൻ CCTV എന്ന് പറഞ്ഞിട്ട്. ഇവിടെ അനുമോൾ എന്ന് പറഞ്ഞ് മാത്രമാണ് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അതായത് അനുമോളുടെ PR-നെ പറ്റി പറയുന്നു, അനുമോളാണ് അവിടെ ഏറ്റവും കൂടുതൽ സദാചാരം പറഞ്ഞതെന്ന് പറയുന്നത്. അതായത് അനുമോൾ കാരണമാണ് ആര്യൻ പുറത്തായത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. എന്നാൽ ആര്യൻ ചെയ്ത പ്രവൃത്തികൾ ഒരിക്കലും പുള്ളിക്കാരനത് മനസ്സിലാവുന്നില്ല. അതെന്താണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു പ്രായത്തിൻ്റെ ആയിരിക്കാം മേ ബി. എന്നിട്ട് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, എനിക്ക് 23 വയസ്സായ എനിക്ക് ഈ PR എന്താണെന്ന് പോലും അറിയത്തില്ലെന്ന്. എന്നാൽ ഈ ആര്യൻ തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് PR ഉണ്ട് എന്ന്. അത് അപ്പം തന്നെ മനസ്സിലാവും എല്ലാ കാര്യത്തിനും ഇടപെടണമെന്നുണ്ട് അനുമോൾക്ക്. എവിടെയെങ്കിലും പ്രശ്നം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടാക്കി ഒരു വലിയ റൈസാക്കി ഒരു ആ ഷോയുടെ മെയിൻ കണ്ടന്റ് ആവാൻ വേണ്ടി അവളുടെ ഒരു വിചാരം ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ എന്നോട് നടന്നില്ല കാര്യം. നടന്നതിൻ്റെ പേരിലാണ് ഇപ്പോഴും അനുമോൾ അതിനകത്ത് ആ ഷോയിൽ നിൽക്കുന്നത്. ഞാനിവിടെ അനുമോളുടെ PR ആയിട്ടൊന്നും വന്നതൊന്നുമല്ല. പക്ഷേ നമുക്ക് കാണുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. അനുമോൾ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നതിൻ്റെ പേരിൽ മാത്രമാണ് അവിടെ നിലനിൽക്കുന്നത്. പിന്നെ പുള്ളിക്കാരത്തി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ജിസൈലിൻ്റെയും ആര്യൻ്റെയും കേസ്, അത് വളരെ സത്യമായിട്ട് തന്നെയാണ് ജനങ്ങൾക്ക് ഫീൽ ആയിട്ടുള്ളത്. കാര്യം ആര്യൻ്റെ പ്രവൃത്തികൾ അതിനകത്ത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ രണ ഫാത്തിമ എന്ന് പറയുന്ന ആ ഒരു 19 വയസ്സുള്ള ആ ഒരു കുട്ടിയുടെ മണ്ടയിലോട്ട് കയറി കിടക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ കുട്ടി വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു. പോരാത്തതിന് ഡബിൾ മീനിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ആര്യൻ്റെ പ്രവൃത്തികളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ജനങ്ങൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പിന്നെ എന്തുവാ മനസ്സിലാക്കേണ്ടത്? എന്തായാലും ഇനി ആര്യൻ്റെ ഫാമിലി എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആര്യൻ്റെ ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ മീഡിയ എടുത്ത് സംസാരിക്കുന്നുണ്ട് അനുമോളെ പറ്റി. അവള് പിന്നെ ആ ജെൻഡർ കാർഡും ഇത് എന്നെ തൊട്ടു അവിടെ തൊട്ടു ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല. പക്ഷെ ചില ഗെയിമേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവള് പിന്നെയും ജെൻഡർ കാർഡ് ഇറക്കി അവിടെ തൊട്ടു ഇവിടെ തൊട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്? ഞാൻ ആദ്യം അനുമോളൊക്കെ ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടതാണ് എന്ന്. അക്ബറിൻ്റെ കേസാണ് പറയണത്. അതായത് അക്ബറിൻ്റെ കേസിൽ അനുമോൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതായത് ബസ്സിൻ്റെ ബാക്കിൽ നിൽക്കുന്നത് പോലെ എൻ്റെ ബാക്കിൽ ഇങ്ങനെ വന്ന് നിൽക്കാനായിട്ട് ശ്രമിച്ചു എന്ന്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവർ ഈ ഒരു സാധനമൊക്കെയാണ് ഇവർ ഏറ്റുപിടിക്കുന്നത്. അതായത് അനുമോൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്നെ കയറി അവിടെ പിടിച്ചു, എന്നെ കയറി ഇവിടെ പിടിച്ചു, അങ്ങനെ ഒരു രീതിയിൽ ജെൻഡർ കാർഡ് ഇറക്കിയിട്ടില്ല. വിദ്യാർത്ഥി പറഞ്ഞെന്താണ്, എൻ്റെ ബാക്കിൽ നിന്നത് ബസ്സിൻ്റെ ബാക്കിൽ നിൽക്കുന്ന പോലെ തോന്നി. അതായത് ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പക്ഷേ ഈ പറയുന്ന വ്യക്തി പറയുന്ന രീതിയിലല്ല അനുമോൾ അവിടെ സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഇവരുടെ ഫാമിലി എല്ലാം ഗ്രൂപ്പായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അനുമോൾ. അനുമോളും അനുമോളുടെ PR ടീമുമാണ് ഞങ്ങളുടെ ചെറുക്കനെ പുറത്താക്കിയത്. ഞാൻ ലാസ്റ്റ് ടൈം അനുമോള് നല്ലോണം സ്നേഹിക്കുന്നു. എല്ലാവരും അനുമോള് സ്നേഹം അകത്ത് കുറവാത്ത കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനുമോള് സ്നേഹിക്കുന്നു. അപ്പോൾ അവള് പിന്നെ ആ ജെൻഡർ കാർഡും ഇത് എന്നെ തൊട്ടു അവിടെ തൊട്ടു ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗെയിം ഷോയിൽ കുറച്ച് വെറൈറ്റി വേണം. കുറച്ച് ഫണ്ണായിട്ട് ഗെയിം കളിക്കണം. പഴയ മോഡൽസ് ഗെയിം കളിച്ച ബോറടിക്കും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ രണ ഫാത്തിമ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ആരും മണ്ടയിൽ കയറി കിടക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അതിനെപ്പറ്റി ഒന്നും നിങ്ങൾക്ക് സംസാരിക്കാൻ കാണത്തില്ല. കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം, നിങ്ങളുടെ അനിയനും അതിനകത്ത് കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികൾ ശരിയായിരുന്നോ എന്നും കൂടി നിങ്ങൾ ചിന്തിക്കണം. ഇതിപ്പം എല്ലാം ഒരാളെ മാത്രം നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നതിനകത്തോട്ട് എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമില്ല. അനുമോളുടെ ചില കാര്യങ്ങളിനകത്തോട്ടൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട്. ഞാനത് എതിർത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് വട്ടം. ഞാൻ അനുമോളെ മാത്രം സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ അനുമോൾ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്ന് തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാര്യം പ്രത്യേകിച്ച് ഈ ആര്യൻ്റെ ജിസേലിന് കേസ് എടുത്ത സമയത്ത് ഞാൻ അനുമോക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് സംസാരിച്ചത്. കാര്യം ഈ ഒരു വിഷയം ഒരിക്കലും ആ ഒരു ഷോയിൽ ചർച്ച ചെയ്യരുത്. ലാലേട്ടനെ പോലെയുള്ള ഒരു മനുഷ്യനെ അവിടെ നിർത്തിയിട്ട് ഈ ഒരു വിഷയം എടുത്ത് ചോദിപ്പിക്കുക എന്ന് പറയണത് തന്നെ നാണക്കേടാന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇനി എയർപോർട്ടിൽ വന്നിറങ്ങിയ ആര്യന് എന്താണ് പറയാനുള്ളത് നോക്കാം. 23 വയസ്സുള്ള ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇനി മലയാളം അറിയില്ല, ഒന്നും അറിയില്ല. 23 വയസ്സ് ഞാൻ ഇനി എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും ഞാൻ ആ ഒരു പെൺകൊച്ചിൻ്റെ പേര് പറയാം. രണ ഫാത്തിമ നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുള്ളതാണ്. പുള്ളിക്കാരത്തേക്ക് 19 വയസ്സേ ഉള്ളൂ. ആ 19-ാം വയസ്സിൽ ആ ഒരു ഷോയിലെത്തി. അത്യാവശ്യം കുറേ ദിവസങ്ങളിൽ ആ ഒരു ഷോയിൽ പിടിച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വലിയൊരു കാര്യമല്ലേ. അപ്പം എനിക്ക് 23 വയസ്സാണ്, എനിക്ക് 23 വയസ്സാണ് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ആര്യൻ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ചു. പക്ഷേ ചില കാര്യങ്ങൾ ആര്യൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ചില കാര്യങ്ങൾ അത് ശ്രദ്ധിക്കണമായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ പുള്ളിക്കാരൻ കൺഫേം ആയിട്ട് ടോപ്പ് 5-ൽ വന്നേനെ. ബിഗ് ബോസ് അതെ നല്ലോണം നോക്കിയത്. എന്തുകൊണ്ട് പുറത്തായെന്ന് തോന്നുന്നേ ഒരു ക്ലൂ ഇല്ല. അൺഫെയർ എവിക്ഷൻ ഉണ്ടാവാം, എന്തുണ്ടാവാം എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചില്ല ഔട്ടാവും. പക്ഷേ മാക്സിമം കളിച്ചു. മലയാള താരത്തെ ഞാൻ അവിടെ ചേട്ടന്മാർ എല്ലാരും നോക്കി നല്ലോണം അവസാനത്തെ ഗെയിം പോലും ആരെയായിരുന്നു 1-ാം നമ്പർ. പക്ഷേ ഇത്രത്തോളം അൺഫെയർ ആയി
ആയിട്ടുള്ള ഒരു എവിക്ഷൻ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ജനങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തോ ഇല്ലെന്ന് അറിയില്ല, പക്ഷെ ഞാൻ എന്റെ പരമാവധി എഫേർട്ട് അവിടെ തന്നിട്ടുണ്ട്. എല്ലാ ടാസ്ക് ആയാലും 3 ഇവിടെ ടാസ്ക് എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത് മാത്രമല്ല നമ്മൾ എഫേർട്ട് ഇടേണ്ടത്. ടാസ്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് മാത്രമല്ല. നമ്മൾ ചെയ്യുന്ന ആക്ടുകൾ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ ജനങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കത് ഇഷ്ടപ്പെടണം. മനസ്സിലായി? ഇപ്പം അനീഷിൻ്റെ ഒരു കേസ് എടുക്കാം. അനീഷ് ഈ പറയുന്ന ടാസ്കുകളെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ? ഇല്ല. അനിമോളുടെ കേസ് എടുക്കാം. അനിമോൾ എല്ലാ ടാസ്കുകളും പെർഫോം ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ അവരതിനകത്ത് കാട്ടിക്കൂട്ടുന്നതും അവരതിനകത്ത് അവരുടെ സംസാരവും രീതിയും അവരുടെ പെരുമാറ്റങ്ങളും പല കാര്യങ്ങളും അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് അവർക്ക് വോട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും. നിങ്ങൾ എത്ര ടാസ്ക് കളിച്ചില്ലെങ്കിലും ജനങ്ങൾക്ക് അത് പ്രശ്നമല്ല. നിങ്ങളെ വോട്ട് ചെയ്യുകയും ചെയ്യും, നിങ്ങളെ നിലനിർത്തുകയും ചെയ്യും. അതാണ് കാര്യം. ഈ ഒരു ആഴ്ച അക്ബറിൻ്റെയും നെവിൻ്റെയും കൂടെ കൂടിയിട്ട് എന്തെല്ലാം പരിപാടികൾ അതിനകത്ത് കിടന്ന് കാണിച്ചു. ഈവൻ ഷാനവാസ് വീണ് കിടന്നപ്പം പോലും ഈ ഒരു വ്യക്തി പൊട്ടിച്ചിരിക്കുമായിരുന്നു. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അതാ പറഞ്ഞത്, നമ്മൾ ആദ്യം സ്വന്തമായിട്ട് നന്നാവാൻ ശ്രമിക്കുക. വീക്ക്ലി ടാസ്ക് അടുപ്പിച്ച് ഞാൻ ജയിച്ചിട്ടുണ്ട്. അതുവേണ്ടിയാണ് ഔട്ടായത്. അറിയില്ല, ആൾക്കാർക്ക് എന്നെ ഇഷ്ടമല്ലേ എന്നറിയില്ല. എനിക്ക് ഈ സദാചാര കുലംകുത്തികൾ ഇപ്പോഴും ബിഗ് ബോസിൽ ഉണ്ട്. അവരൊക്കെ എങ്ങനെയാ, അവരോടൊക്കെ എങ്ങനെ മറുപടികളാണ്? കുറച്ച് ഓവറാണ്. സദാചാര കുലംകുത്തികൾ ഇപ്പോഴും ആ ബിഗ് ബോസ് വീട്ടിനകത്തുണ്ട്. ഈ ക്യാമറ എടുക്കുന്ന ഏതൊരു വ്യക്തിയാണ് പറയണത്. ഇവനൊക്കെ എന്തൊരു ബോധമുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. എന്നാൽ ഇവനൊക്കെ തന്നെയായിരിക്കും നാളെ അനിമോൾ പുറത്തിറങ്ങുമ്പോഴും സുഖമാണോ, നല്ല രീതിയിൽ ഗെയിം കളിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ അനിമോളുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നത്. ഈ സാധനം ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുവാണ്, അനിമോളെ മാത്രം ഫോക്കസ് ചെയ്യുവാണ്. പുറത്ത് ചെണ്ടമേളം പരിപാടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നത്. എന്തായാലും നല്ല രീതിയിൽ ഫണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഏത് ടാസ്ക് ആയാലും, എന്റർടൈൻമെന്റ് ഫീൽഡിൽ മായാമോഹിനി ആയാലും, ഈ പറഞ്ഞ പോലെ കഥാപ്രസംഗമായാലും, പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ ഫിസിക്കൽ ടാസ്ക് ആയാലും, എല്ലാ ടാസ്കിലും ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ ഔട്ടായത്. ലാസ്റ്റ് 3 വീക്ക്ലി ടാസ്ക് അടുപ്പിച്ച് ഞാൻ ജയിച്ചിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ പുറത്തായത്. എന്തിനാ പുറത്തായെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ വോട്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ എൻ്റെ പരമാവധി എഫേർട്ട് ഞാൻ അവിടെ എൻ്റെ ഈ പറഞ്ഞ പോലെ ചോരയും സ്വെറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ല പറയാൻ, അത്രയൊക്കെ ഡെസ്പാണ് ഞാനിപ്പോൾ. പ്രതീക്ഷയിലേട്ടാ, ഞാൻ എൻ്റെ ഒരു തുണികളൊന്നും കൊടുത്തിട്ടില്ല. തിരിച്ച് എനിക്കറിയാതെ ഞാൻ പോവില്ല. പക്ഷെ എന്താ സംഭവിച്ചത്, എങ്ങനെ വോട്ട്സ് മാറി, ഏത് വോട്ട്സ് മാറി, ഇപ്പോൾ ഈ ടാസ്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യത്തിലാണ് അത്ഭുതം തോന്നുന്നത്. ഈ എന്തുകൊണ്ട് നെവിനെ അവരെ വെയിറ്റ് ചെയ്തില്ല? ആര്യന് പകരം ശരിക്കും പറഞ്ഞാൽ നെവിനെ ആയിരുന്നു ഇവിടെ ഇറക്കി വിടേണ്ടത്. കാര്യം ഈ ഒരു വീക്കിൽ ഏറ്റവും കൂടുതൽ തോന്നിവാസം കാണിച്ചിരുത്തനാണ് ഈ നെവിൻ. ഇപ്പോഴും ജനങ്ങൾ അവന് വോട്ട് ചെയ്യുവാണ്. അവൻ്റെ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്? അവൻ ഈ കള്ളത്തീറ്റി തിന്നുന്നതും പിന്നെ കുറച്ച് കോമാളിത്തരങ്ങൾ കാണിക്കുന്നതും ഇതൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് PR ആൾക്കാരെല്ലാവരും കൂടി വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് നെവിനെ അതിനകത്ത് നിർത്തുവാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പം ഈ ആര്യന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോലും മേ ബി നെവിന് വോട്ട് ചെയ്ത് കാണുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം മേ ബി ഇപ്പം ഈ പറയുന്ന ആര്യൻ പുറത്തായത്. ഈ ആര്യൻ എന്നും പറയുന്നതിന് വേണ്ടിയുള്ള ഫാൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഈ വോട്ടുകൾ നല്ല രീതിയിൽ ഈ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തുന്ന സമയത്ത് നല്ല രീതിയിൽ മാറുന്നുണ്ട്. മായമോഹിനി ജയിക്കുന്ന ആൾക്കാർക്ക് പിന്നെ ജയിക്കാൻ പറ്റില്ല. ഇവൻ ആർക്ക് ജയിക്കാൻ പറ്റും? ഇവിടെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കണോ, കുറച്ച് സദാചാരം കളിക്കണോ, അല്ലെങ്കിൽ എന്താ ചെയ്യണം? എനിക്ക് ഒരു ക്ലൂ ഉണ്ടായിട്ടില്ല കേട്ടോ. അത്ര എഫേർട്ട് ഞാൻ തന്നിട്ടുണ്ട് അവിടെ. പ്രേക്ഷകർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സഡൻലി വോട്ട്സ് ഡ്രോപ്പ് ആയി, ഞാൻ തോറ്റു. എനിക്കൊരു ക്ലൂ ഇല്ല. ഡബിൾ മീനിങ് ആണോ? നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല പ്രേക്ഷകർക്ക് നിങ്ങളെ ഇഷ്ടമാണോ ഇല്ലയോ എന്ന്. പ്രേക്ഷകർക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങളെ വെറുപ്പായിരുന്നു. ഏകദേശം ഒരു 90% ആൾക്കാർക്ക് നിങ്ങളെ കണ്ടുകൂടാ. ബാക്കി ഒരു 10% കുറച്ച് ആൾക്കാരുണ്ട്. അല്ലാതെ ജനങ്ങൾക്ക് മുഴുവനും ആൾക്കാർക്ക് നിങ്ങൾ ഇഷ്ടമാണെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയല്ലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഷോയിൽ നിന്ന് ഇപ്പം വെളിയിലാവത്തില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. പുറത്തിറങ്ങി സോഷ്യൽ മീഡിയയൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി നോക്ക്. അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ കാര്യങ്ങൾ മനസ്സിലാവും. ഡബിൾ മീനിങ് ഒന്നും പ്രശ്നമായിട്ടില്ല. ഡബിൾ മീനിങ് മറ്റേ ചിന്തിച്ചാലും ഡബിൾ മീനിങ് ആവുമല്ലോ. ഞാൻ പറയുന്ന ഒരു വാക്കിനെ മറ്റേ ചിന്തിച്ചാലും ഡബിൾ മീനിങ് ആവുമല്ലോ. അപ്പൊ അങ്ങനെ എങ്ങനെയോ ആൾക്കാർ നെഗടിപ്പിച്ച് വെച്ച് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ലാസ്റ്റ് ബിൽഡ് ചെയ്ത് പുറത്താക്കാൻ വേണ്ടി ഒരു സ്ട്രാറ്റജി ആയിരുന്നത്. ചെയ്യാൻ പറ്റില്ല. ഡബിൾ മീനിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ആ ഒരു അർത്ഥത്തിൽ സംസാരിക്കുന്നതിൻ്റെ പേരിലാണ് ആൾക്കാർക്ക് അത് മറ്റേ അർത്ഥമാണെന്ന് തോന്നുന്നത്. അല്ല വേറെ ഒന്നുമല്ല. ഇനിയിപ്പോൾ അതിനകത്തൊക്കെ വന്നിരുന്ന് ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല. ആര്യ നമ്മളെല്ലാവരും കണ്ടൊരു കേസാണ്. ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ഇത്രയൊക്കെയാണ് വിഷയങ്ങൾ. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പ് ചെയ്യുക.